നമുക്ക് ലാൻഡ്സ്കേപ്പിലേക്ക് ഒന്ന് പോകാം ടെൻകിൽ. അപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയയാണ് പൊതുവെ അല്ലേ. അപ്പം ലാൻഡ്സ്കേപ്പിങ്, പിന്നെ ഗാർഡൻ, അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയായിരിക്കും മാനേജ് ചെയ്യുക ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ? അതിനൊരു നമുക്കൊരു പ്രത്യേകം സൊല്യൂഷൻ തന്നെ നമുക്കുണ്ടോ, അതോ ഇനി അതെങ്ങനെയായിരിക്കും? അതെ, ലാൻഡ്സ്കേപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു വീടിൻ്റെ ആ ഒരു ബ്യൂട്ടി തന്നെ, ഇപ്പോൾ എലിവേഷന് നമ്മൾ എത്രമാത്രം എഫേർട്ട്, എത്രമാത്രം നല്ല ഡിസൈൻ കൊടുത്താൽ എലിവേഷന് വളരെ ഒരു എസ്തറ്റിക് ലുക്കാണല്ലോ എലിവേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനെ ചേർത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ടായിരിക്കണം, കോമ്പൗണ്ട് വാൾ ഉണ്ടായിരിക്കണം, ഗേറ്റിൻ്റെ ഡിസൈൻ അതുപോലെ തന്നെ. ഇപ്പം ഗേറ്റൊക്കെ ആണെങ്കിലും ഫുള്ളി ഓട്ടോമേഷനാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീടിൻ്റെ എലിവേഷനുമായിട്ട് മാച്ച് ആകുന്ന ഗേറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒപ്പം തന്നെ കോമ്പൗണ്ട് വാൾ, വീടിൻ്റെ എലിവേഷൻ എങ്ങനെയാണ് അതുമായിട്ട് 100% മാച്ച് ആകുന്നതാണ് കോമ്പൗണ്ട് വാൾ. കോമ്പൗണ്ട് വാൾ, ഗേറ്റ്, വീടിൻ്റെ എലിവേഷൻ കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഈ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുമ്പോൾ. ലാൻഡ്സ്കേപ്പിങ്ങിൽ ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് ഗസീബോ കൊടുക്കാം, പവലിയൻ കൊടുക്കാം, വാട്ടർ ഫൗണ്ടൻ കൊടുക്കാം, അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. നമുക്ക് സ്പേസ് കൂടുതലുണ്ടെങ്കിൽ, സ്പേസ് കുറവാണെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ കൊടുക്കാം, ഇപ്പോൾ ക്രീപ്പേഴ്സ് കൊടുക്കാം, ക്ലൈംബേഴ്സ് കൊടുക്കാം. ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ലാൻഡ്സ്കേപ്പിലുണ്ട്. അതൊരു ഗ്രീനറി മാത്രമല്ല, ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്. ഇതൊക്കെ കൂടെ കയറി വരുമ്പം വീടിനെ ഒരു അണിയിച്ച് നിർത്തുന്ന ഒരു ഘടകമാണ് ലാൻഡ്സ്കേപ്പിംഗ്. നമ്മൾ സുരക്ഷിതത്വത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലേ, വീടിൻ്റെ ഒരു, കാരണം നല്ല ഗേറ്റ്, നല്ല കോമ്പൗണ്ട് വാള്, അപ്പം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയായിരിക്കും നമ്മൾ അതിനൊരു നമ്മുടെ സ്ട്രാറ്റജി എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ വീടെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നമ്മുടെ സുരക്ഷിതമായ ഒരു ഇടമായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ, ഒരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ അതിനെന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും പ്രത്യേക മെറ്റീരിയൽ ഉപയോഗിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സ്ട്രാറ്റജി എന്തെങ്കിലും ഉണ്ടോ അതിന്? സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ലോ ബഡ്ജറ്റിൽ തന്നെ തുടങ്ങാം. ഇപ്പോൾ ചെറിയൊരു വീട്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ചെറിയ ഏരിയ ഉള്ളത്, ഇപ്പോൾ സ്ക്വയർ ഫീറ്റ്, ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ ആണെന്ന് പറഞ്ഞാലും കോമ്പൗണ്ട് വാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്കിപ്പോൾ ഒരു സ്ട്രെയിഞ്ചർ കയറി ഡയറക്റ്റ് വന്ന് നമ്മൾ മെയിൻ ഡോർ തുറന്ന് അകത്ത് കയറില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ കോമ്പൗണ്ടിലും കയറാൻ പാടില്ല എന്ന് നമുക്കൊരു കൃത്യനിഷ്ഠമുള്ളവരാണ് മജോറിറ്റി ആൾക്കാർ. അപ്പോൾ അതിൻ്റെ തന്നെ പ്രോപ്പർ വേയിൽ തന്നെ നമുക്ക് കോമ്പൗണ്ട് വാളും ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് നമുക്ക് മെറ്റലിൻ്റെ തന്നെ ഗേറ്റും അതിൻ്റെ ലോക്ക് സിസ്റ്റം എല്ലാം ചെയ്താൽ മതിയാവും, സഫീഷ്യൻ്റ് ആണ്. പിന്നെ ബഡ്ജറ്റ് കയറുന്നതനുസരിച്ചാണ് ഈ ഓട്ടോമാറ്റിക് ഗേറ്റുകളും സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം കൂടി വരുന്നത്. അപ്പോൾ തന്നെ സെക്യൂരിറ്റി സിസ്റ്റം തന്നെ, പക്ഷേ അത് ആഡ് ഓൺ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുന്നു.